ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് പെങ്ങൾക്ക് പരാതി വേണ്ട. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു ഖബറ് പ്രകാശിക്കുകയാണ്. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ, ആ പ്രകാശിക്കുന്നത് എന്താണ് ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അതൊരു ഖബറാണ് നബിയേ. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഖിയാമത്ത് നാൾ വരെ അടിച്ചു വീശും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഏത് പ്രവാചകന്റെ ഖബറാ? അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. ഒരടിമയായ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന്റെ അടുക്കലേക്കൊന്ന് പോകുവോ ജിബ്രീൽ? ഖബറിന്റെ ചാരത്ത് കിടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഈ അടിമ പെണ്ണാരാ? യാ റസൂലല്ലാഹ്, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. ആശിത എന്ന് പറയുന്ന ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മാഷിതയാരാ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാഷിത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവില് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹ്. അവിടെ ബിസ്മി പറയുകയാണ്. ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ്, വാപ്പയുടെ ചെവിയിലെത്തിക്കുകയാണ്. പടച്ചവനെ, കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞോ അതിനെക്കാളും വലിയ മാനക്കേടില്ലല്ലോ. ഫിറഔൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷേ നാട്ടുകാരറിയാൻ തുടങ്ങി. കൊട്ടാരത്തിലെ വേലക്കാരി മൂസാ നബി അംഗീകരിച്ചെന്നറിയുമ്പോ, ഇസ്ലാമിലേക്ക് കടന്നുപോയെന്നറിയുമ്പോ വല്ലാത്ത മാനക്കേടായി. ഫിറഔന് നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അവസാനം യോഗം ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തു. ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാഹ് എന്തേ ചെയ്തതെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. പടച്ചവനെ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. തിളയ്ക്കുന്ന എണ്ണയുടെ മുന്നിലേക്ക് മാസിത്താനെ കൊണ്ട് നിർത്തി. ശത്രുക്കൾ ചോദിച്ചു, മാസിത്താ, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? മാഷിത്ത പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. അള്ളാന്റെ ദീനാണ് വലുതെന്ന് പറയുമ്പോ ശത്രുക്കൾ പറഞ്ഞു, നോക്കൂ മാഷിത്ത, ആ കൊണ്ടുവരുന്നത് ആരെയാണെന്ന് നോക്കൂ മാഷിത്ത. തന്റെ 7 വയസ്സുള്ള പൊന്നുമോള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നുമോള് ശത്രുക്കള് പിടിച്ചുകൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. മാഷിത്ത, മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കും മാഷിത്ത. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട്, എന്റെ പൊന്നുമോള് കരയല്ലേ,
നമുക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാ. തന്റെ പൊന്നാര മകൾക്ക് ധൈര്യം കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാകുകയാ. അല്ലാഹുവേ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? ആജിത്ത പറഞ്ഞ ഒരു മാറ്റവുമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മൂന്നാമതായി കൊണ്ടുവന്നതാരെയെന്നറിയുവോ? പാല് കുടിക്കുന്ന പൊന്നുമോ. ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കള് വിളിക്കുന്നു, മാഷിത്താ, നിന്റെ പൊന്നുമോനെയൊന്ന് നോക്കൂ മാഷിത്താ. മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറയുകയാ. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ. കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ. അവനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കാൻ കഴിയുന്നില്ല. മാഷിത്ത ബീവി കരയുകയാണ്. ശത്രുക്കള് വിചാരിച്ചു മാഷിത്ത ബീവി തോറ്റുപോയെന്ന്. എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്ന് കളിയാക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു. ഉമ്മ മാത്രം നിന്ന് കരയുകയാണ്. ഉമ്മാനെ കളിയാക്കിയവരുടെ മുഴുവനും ശബ്ദം നിർത്തിയത് എങ്ങനെയെന്നറിയുവോ? ആ പാല് കുടിക്കുന്ന പൊന്നുമോര് അവൻ വിളിച്ചു, യാ ഉമ്മാ ഇക്തഹമീ. അല്ലാഹു പാല് കുടിക്കുന്ന കുഞ്ഞിന് സംസാരിക്കാൻ കഴിവ് കൊടുക്കുമ്പോ ആ കുഞ്ഞ് വിളിക്കുന്ന ഉമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ. അള്ളാന്റെ ദീനാണ് വലുത്, അള്ളാന്റെ ദീനാണ് വലുത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണുമ്മ. ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ. എന്നെ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് യാത്രയാക്കുമ്മ. എനിക്ക് നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് പോകാരോ. പിന്നെയും ഉമ്മ കരയുമ്പോ ആ പൊന്നുമകൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? ഉമ്മ, ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമുമ്മ. പക്ഷേ പടച്ച റബ്ബിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, താങ്ങാൻ കഴിയില്ല ഉമ്മ. എന്റെ ഉമ്മാനെ കൊണ്ടത് താങ്ങാൻ കഴിയുവോ? മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്ന് തന്റെ പൊന്നുമോന് ചുംബനം കൊടുത്തിട്ട് യാത്രയാകുകയാ. 3 മക്കളും മരിച്ചു. ഫിറഔന് മാഷിത്തയോട് ചോദിച്ചു, മാഷിത്ത, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ ഈമാനിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി മാഷിത്ത. ഇതാരാ പറഞ്ഞതെന്നറിയോ? അന്ന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ പെങ്ങള്, അതേ പരമ്പരയിലല്ലേടി നീയും ജനിച്ചത്? ആ രക്തമല്ലേ നിന്റെ ശരീരത്തിൽ മുരുങ്ങുന്നത്? എങ്ങനെയാ നിനക്ക് കണ്ടവന്റെ കൂടെ ഓടാൻ തോന്നുന്നത്? അല്ലാ, ഫിറഔന് ചോദിച്ചു, നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാ. എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നതല്ലേ മാഷിത്ത, നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ. മാഷിത്ത ബീബ് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ കബറിന്റെ അകത്തെന്റെ മക്കളെ കൂടെയൊന്ന് കബറടക്കുവോ? അല്ലാഹുവേ, ഫിർഔൻ അങ്ങനെ ഒരു കരുണ കാണിച്ചു. യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശും നബിയേ. ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈപൊക്കിയ മനുഷ്യ, നിന്റെ 6 അടി മണ്ണിന്റെ അകത്ത് വെളിച്ചമാ. നിന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുകയാ. നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളമടിച്ച് വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 5ാമത്തെ പ്രതിഫലം അതാണ്. 6ാമത്തെ പ്രതിഫലം എന്തേ?
നാളെ ആരാരും തിരിഞ്ഞു നോക്കാതെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ഈ കാണുന്ന പള്ളിക്കാട്ടിലെ സർവ്വ കബറിന്റെ അകത്ത് കിടക്കുന്നവരും കബറ് പൊളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه. വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ദിവസം നിന്റെ കയ്യിൽ പിടിക്കാ നാളെ പടച്ചുറപ്പിന്റെ കോടതിയില് മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു ഓടുന്ന ദിവസം നിന്നെ കാത്ത് നിൽക്കുവടാ പൊന്നുമോനെ പെങ്ങളെ, നിന്നെ കാത്ത് നാളെ പ്രവാചകൻ ഹൗദിൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. പടച്ചവന്റെ പ്രവാചകന്റെ അതാ കുടുംബക്കാരനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയല്ലേ. ഹൗദിൽ കൗസർ നിന്നെ കുടിപ്പിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയായി നിന്നെ കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ അതിഥിയായി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനായി, അവിടുത്തെ കൂടപ്പുറപ്പായി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റേ ആയത്ത് പുണ്യ നബിയെ സ്വപ്നം കാണാനുള്ള ഒരു ആയത്തും പഠിച്ച് ദുആ ചെയ്തു പിരിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. എന്തേ നബിയോട് അല്ലാഹ് പറഞ്ഞെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക, ഇസ്ലാം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്നു, ദീനിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. സ്വന്തം കാര്യം നോക്കിക്കൊള്ളാൻ. അതാ പച്ച മലയാളം. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിലേക്ക് മടങ്ങി പോകാൻ സമയമായി. ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ, ഇബാദത്തുകൾ അധികരിപ്പിച്ചോ. അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്ത സൂറത്താ ഞാൻ ഓതിയെ. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, വാപ്പ, ഇത്രയും കാലം ഭാര്യയും മക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി ജീവിച്ചു. നിനക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല. വാപ്പ, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹം കൊണ്ട് പറയാ, ഞാനാ നിന്റെ കടമോൻ, നിങ്ങളുടെ മകനെ പോലെ ഞാൻ പറയാ. സ്വന്തം ജീവിതത്തിലേക്ക് 6 അടി മണ്ണി പോകുമ്പോൾ എന്തെങ്കിലും നീ ചെയ്തു വെക്ക്. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണ്ട, ചെയ്യണ്ട എന്നല്ല, ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ കൊല്ലത്ത് ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി. നമ്മുടെ കുറെ ചെറുപ്പക്കാർ വൃദ്ധസദനത്തിലായിരുന്നു. ഞാൻ പോയി. അല്ലാഹുവേ, പടച്ചവനെ, ഇന്നലെ പ്രസംഗിച്ചപ്പോൾ അച്ഛന്മാര് കരയാ. ഏറ്റവും വലിയ പണക്കാരനായ ഒരു അച്ഛനും അവിടെ ഉണ്ട്. ഒരുപാട് 4 മക്കൾ, കോടീശ്വരന്മാരായ 4 മക്കളുള്ള ഒരു അച്ഛൻ. എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ഓരോ അമ്മമാര് പറയാ, മോനെ, ഒരിത്തിരി ചോറ് വാരിയിട്ട് മോൻ്റെ കൈ കൊണ്ടതാ, മോൻ്റെ കൈ കൊണ്ട് തിരിച്ചോറ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചോറിങ്ങനെ വിട്ടുകൊടുക്കും. ഇല്ല, കൈ കൊണ്ട് വാങ്ങി വാരുത്താ മോനെ. ആ പാവങ്ങളുടെ കയ്യിലെ അച്ഛനും അമ്മമാരുടെ കയ്യിലേക്ക് ഞാനൊരു പിടി ഭക്ഷണം വാരി വെച്ചപ്പോ ഞങ്ങളുടെ അല്ലാഹുവേ പടച്ചവനെ, ചില അമ്മമാര് ചോദിച്ചു, മോൻ്റെ കയ്യിലൊന്ന് മുത്തിക്കോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവ. ആർക്കും വേണ്ട, എല്ലാവരും കൊണ്ട് കളയുക. പാപ്പാനെ ഉമ്മാനെയൊക്കെ നോക്കാനും പിടിക്കാനൊന്നും ആർക്കും സമയമില്ല. എല്ലാത്തിനും പണം മതി, എല്ലാം പണം മതി. ഒരു പിതാവ് മരിക്കാൻ കിടക്ക, വലിയ കോടീശ്വരനാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്ക. ഞാനിങ്ങനെ അടുത്ത് പോയി നിന്നു, ഇങ്ങനെ നോക്കാ. പടച്ചവനെ, എനിക്കറിയുന്ന ഒരു നല്ല മനുഷ്യൻ ക്യാൻസർ വന്നിട്ട് മരണപ്പെടുക, സക്കറാത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ മനുഷ്യന് വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ. അവിടെ നിന്ന് പിരിയുമ്പോൾ മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാം, തീരാറായ ഉസ്താദേ,
പറഞ്ഞാൽ റൂഹ് പിടിച്ച് തുടങ്ങിയോന്ന്. അല്ലാഹു അലം. അല്ലാഹു ആ പിതാവിൻ്റെ ഖബറിടം നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാൻ. ആ മനുഷ്യൻ പക്ഷേ ഭാഗ്യവാനാ, എല്ലാം നേരത്തെ മനസ്സിലാക്കി. കഫൻ തുണി നേരത്തെ വാങ്ങിവെച്ചു. ചെലവിനുള്ള പൈസ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഇനി എനിക്ക് 5 നയാ പൈസ ചെലവാക്കണ്ട എന്ന് പറഞ്ഞ് മക്കൾക്കുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ടാ പോയെ. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മരണത്തിൻ്റെ വേളയിൽ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്ത് റസൂലുള്ളാഹി തങ്ങൾ കിടക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ വലത് കൈ ഉയർത്തിയിട്ട് അടുത്ത് കൊണ്ടുവച്ചിരുന്ന വെള്ളത്തിൻ്റെ അകത്ത് കൈയിട്ടിട്ട് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി വെള്ളം കൊണ്ടുവന്ന് അടുത്ത് വെച്ച് കൊടുത്തപ്പോൾ മരണവേദന താങ്ങാൻ കഴിയാതെ വലത് കൈകൊണ്ട് വെള്ളപാത്രത്തിൽ കൈയിട്ടിട്ട് പ്രവാചകൻ തൻ്റെ മുഖം ഇങ്ങനെ തുടയ്ക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരി മുഖത്തൊഴിച്ചിട്ട് പറയാം, മരണത്തിന് വല്ലാത്ത വേദനയാ മോളെ ആയിഷ. ഫാത്തിമ, മരണത്തിന് വല്ലാത്ത വേദനയാ. ഇതാരാ പറഞ്ഞത്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ. പാപ്പ അസ്രായിൽ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അസ്രായില് ഒന്ന് പതുക്കെ പിടിക്ക അസ്രായില്, എന്നെ കൊണ്ട് പറ്റണില്ല താങ്ങാൻ, എന്തൊരു വേദനയാ അസ്രായിൽ. അസ്രായിൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയ, നബി എനിക്കറിയില്ല നബി ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോഴും എൻ്റെ കൈ വിറച്ചിട്ടില്ല, പക്ഷെ ഇന്ന് എൻ്റെ കൈ വിറയ്ക്കുന്ന നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പോലും കരഞ്ഞെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തേ വാപ്പ ചിന്തിക്കാത്ത? കള്ളവല്ലല്ലോ ഇതൊന്നും കള്ളവല്ലല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അള്ളയല്ലേ പറഞ്ഞേ. റസൂലുള്ളാഹി തങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ നീ എത്ര പേരുടെ മയ്യത്ത് കണ്ടു വാപ്പ? മലമൂത്ര വിസർജനം നടത്തിയത് കണ്ടിട്ടില്ലേ? വേദന സഹിക്കാൻ പെണ്ണെ, നീ പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ലല്ലോ, നീ എങ്ങനെ ഈ മരണവേദന താങ്ങും ഉമ്മ? ഞങ്ങൾ ആരും അത് അനുഭവിച്ചിട്ടില്ല ഉമ്മ, നീ അനുഭവിച്ചിട്ട് എന്തേ ഉമ്മ നന്നാകാത്ത? അതുകൊണ്ട് പെങ്ങളെ ഞാൻ പറയുന്നത്, സ്വന്തം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന വീട്ടിലൊരു യതീമായ മകനെ കണ്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു, പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലത്ത്, പത്തനംതിട്ട കുലശേഖരപ്പെട്ട പള്ളിയിൽ വഅദ് പറഞ്ഞു. അല്ലാഹുവേ, ഒരു മദ്രസ പണിയുന്നതിന് വേണ്ടി സദഖ ചോദിച്ചു, എല്ലാവരും തന്നു. അവസാനം ദുആ കഴിഞ്ഞപ്പോൾ സംഘാടകൻ ഒരു 10-12 വയസ്സുള്ള ഒരു മകനെ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് വരാവോ കരയാടത് എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ കരയണേ? ഉസ്താദേ, വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ എൻ്റെ പിതാവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു. എൻ്റെ വാപ്പായിക്കൊന്ന് ദുആ ചെയ്യാൻ ഞാനൊരു 2000 രൂപ തന്നിട്ട് ഉസ്താദ് ദുആ ചെയ്തില്ലല്ലോ. പാപ്പാന് വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ ആ പൊന്നുമുഖൻ സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനൊന്ന് വായിച്ച് ദുആ ചെയ്തില്ലല്ലോ എന്നൊരു ഓർത്തിട്ട് ആ കുഞ്ഞ് കരയ. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ മക്കൾക്ക് വാപ്പാടെ കവർ എവിടാന്ന് വെച്ചാൽ എന്ത് കവറില്ലപ്പാ? സ്വന്തം വാപ്പാന്റെ കവർ എവിടാന്ന് വെച്ചാൽ അറിയില്ലപ്പാ. നിങ്ങൾ പറ, ഇത്രയും കാലം പോറ്റി വളർത്തിയില്ലേ മോനെ മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്ന മക്കളോട് ചോദിക്കുക, നീ മരിച്ചാ നീ കുഞ്ഞിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ? ഈ സദസ്സിരിക്കണ മക്കളെ സ്നേഹിക്കുന്ന ഓരോ വാപ്പയും ചോദിക്ക്, മോളെ ഞാൻ മരിച്ചുപോയാ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമെന്ന് പെറ്റ മക്കളോട് ചോദിക്കുമ്മ. ചോദിക്കു വാപ്പ, നിന്റെ ജനാസ ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ നീ ഇത്രയും കാലം വളർത്തിയവൻ പള്ളിയിലെ ഇമാമിന്റെ കൈ പിടിച്ചിട്ട് പറയൂ, ഞാൻ ഇമാമത്ത് നിൽക്കാം എൻ്റെ വാപ്പായ്ക്ക്. നിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതാനെങ്കിലും പഠിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കണ കാലത്തും സമാധാനം തരൂല, മരിച്ചാലും വെറുതെ വിടൂല. ഖബറിന്റെ അകത്ത് പോലും നിന്നെ സമാധാനത്തോടെ കടത്തൂല. അതിൻ്റെ അകത്തും മക്കള് മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓരോ വെള്ളിയാഴ്ചയും നിന്റെ മക്കള് കാണിക്കണ സർവ്വ കാര്യങ്ങളും ഖബറിൽ കൊണ്ട് മലക്കുകൾ വായിച്ചു കൊടുക്കും. അള്ളാഹുവേ, ഇങ്ങനെ ഒരു വൃത്തികെട്ടവളെയാണല്ലോ അല്ലാ ഞാൻ 9.5 മാസം ചുമന്നത്, ഉമ്മ കരയാ. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഞാൻ രക്തം വിയർപ്പാക്കി വളർത്തിയത്, ഇവൻ നശിച്ചു പോയല്ലോ അല്ലാ. വാപ്പയും ഉമ്മയും ഖബറിന്റെ അകത്ത് കിടന്ന് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജീവിച്ചിരുന്നപ്പോഴേ സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല, മരിച്ചതിന് ശേഷമെങ്കിലും ആ പാവങ്ങളോട് കരുണ കാണിക്കുക. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയാനുള്ളത്, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല ഉമ്മ ഇസ്രായേൽ വരുന്നത്, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. പണ്ടായിരുന്നു ക്യാൻസറൊക്കെ, ഇപ്പം മരിക്കാൻ ഒരു രോഗവും വേണ്ട വാപ്പ. പെട്ടെന്ന് മനുഷ്യർ വീണ് മരിച്ചു പോകുന്നു. അതുകൊണ്ട് അവസാനം കബറിലേക്ക് പോകുമ്പോൾ തെണ്ടാൻ വേണ്ടി വെക്കരുത്. മക്കളുടെ മുന്നിൽ കിടന്ന് കബറിൽ കിടന്നിട്ട് ഓരോ വാപ്പയും ഉമ്മയും യാചിക്കുക, അല്ലാഹുവേ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിക്കുന്ന മക്കളാക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക, നല്ല കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുക, നല്ല കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? ഉറക്കപ്പറ. അവന് ബോധമുണ്ട്. ഏതാടാ, ഏതോ യൂണിഫോം ഇട്ടേക്കണത് നീ? ശരി. അല്ലാഹു അവനെ സാലിഹായ സന്താനങ്ങൾ പെടുത്തുമാറാകട്ടെ. പിള്ളേരെന്തെങ്കിലുമൊക്കെ പറയാൻ പേടിയാ, വെറുതെ നമ്മളെന്തെങ്കിലും പറയാം, അമ്മമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ശശിയായി പോകും. അങ്ങനെ കാഞ്ഞ ബുദ്ധിയാ പിള്ളേർക്കൊക്കെ, ഒന്നും ചോദിക്കല്ലേ, ഭയങ്കര ബുദ്ധിയാ. ഒരു ഉസ്താദ് മദ്രസയിൽ പാഠമെടുക്കുന്നു, ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾ. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, പെണ്ണുങ്ങൾ അധികരിക്കും, ആണുങ്ങൾ കുറയും, ഇത് ലോക അവസാനത്തിൻ്റെ അടയാളമാണ്. ഇപ്പൊ ചെറുപ്പക്കാരനായ ഉസ്താദ അപ്പൊ പറഞ്ഞുവിടാ, മക്കളെ, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ ആളുകൾ ഇല്ലാത്ത ഒരു കാലം വരും. ഏകദേശം അന്ന് ഒരാണിന് 50 പെണ്ണെന്നാ സെൻസസ് ചെയ്യാമെന്നാളാവുമ്പോൾ. ഇന്ന് പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ അങ്ങോട്ട് പോകും, അന്ന് ആണുങ്ങളെ തേടി പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും. ഉസ്താദ് പറഞ്ഞു, അന്ന് അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാർ ഓടുന്ന 50 എണ്ണം പുറകെ വരും. ഉസ്താദ് പറയാ, ചെറുപ്പക്കാരൊക്കെ ഓടും, അള്ളാനെ പേടിയുള്ളവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടും, പെണ്ണുങ്ങൾ പുറകെ ഓടുമെന്ന്. അപ്പോൾ ഏറ്റവും പുറകെ ഇരുന്നിട്ട് ഒരു ചെറിയ പയ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ ചെവി പറയാ, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണം. 50 എണ്ണം അറുമാദിക്കാന്നാ പറയണേ. എൻ്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് പെടുന്ന പാടെന്തായിരിക്കും? വീട്ടിലെങ്ങും പോയിട്ട് ഒന്നും ചോദിച്ചേക്കരുത്, അറ്റാക്ക് വന്നു പോകും. അല്ലാഹ് റഹ്മാനെ, നമ്മുടെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാൻ, നമ്മുടെ മക്കളെയൊക്കെ നീ സാലിഹീങ്ങളാക്കണേ റഹ്മാൻ. ഇപ്പം എന്താ ഇൻഷാ അല്ലാഹ്, സൂറത്തു തൗബ, ബിസ്മി ഇല്ലാത്ത സൂറത്താ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനം ഒരായത്തുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന 3-4 വരി മാത്രമുള്ള ചെറിയ ഒരായത്ത്. ഇത് നമസ്കാരം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ നേതാവിനെ സ്വപ്നം കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ, ഓതിക്കൂടെ? പിണക്കം കളന്നിട്ട് ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. ഇൻഷാ അല്ലാഹ്. 2 മരണസമയത്ത് ദാഹം തീർന്നവരായി മരിക്കണോ? ദാഹം തീർന്നവരായി മരിക്കണോ? സൂറത്ത് യാസീൻ ഓതാൻ അറിയണവരൊക്കെ കൈവെക്ക്. ഓദിക്കോ, അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മ റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. ഒന്നും വേണ്ട തമ്പുരാനെ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. ചെയ്തു പോയത് മുഴുവനും പാപമാണ് റബ്ബേ, ഞങ്ങൾ അംഗീകരിക്കുന്നു തമ്പുരാനെ. തൗബ ചെയ്യാമെന്ന അടിമകളാ നീ ആട്ടി ഓടിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പാപങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാണ്, നീ ശിഫ നൽകണേ അല്ലാ.
കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ റഹ്മാനെ. പടച്ചവനെ, സ്വന്തം മക്കള് വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല തമ്പുരാനെ. കൂടെ കടന്നവൾക്ക് ഞങ്ങൾ ബാധിതയാക്കല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ,